പൈപ്പ് വലിച്ച് വെള്ളം എത്തിക്കുക എന്നത് തൊട്ടടുത്ത സമീപത്തെ വീടുകളിലെ ആളുകളൊക്കെ ഒഴിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷേ എന്നാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുറേ അധികം ആളുകൾ ഒരുപക്ഷെ സമീപത്ത് താമസിക്കുന്നവരായിരിക്കണം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരോടൊന്ന് സംസാരിക്കാൻ കഴിയുമോ? ഈ ഗോഡൌണിനെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കാൻ പറ്റുമോ? സാധനങ്ങൾ പൂർണ്ണമായും കത്തി അമർന്നു കഴിഞ്ഞു. അത്തരത്തിൽ തീ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പുകച്ചുരുളുകളാണ്, കറുത്ത പുകച്ചുരുളുകളാണ് ഇപ്പോൾ ആകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യമാകുകയും ചെയ്യുന്നുണ്ട്. ആര്യ, ശരി, ബിനിലാണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങളും തത്സമയ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൊച്ചി, കാക്കനാട്, വാഴക്കാലയിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ തീപിടുത്തം തന്നെയാണ്. ഒരു ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പഴയ ഫ്രിഡ്ജുകൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌൺ ആണ്. നമുക്ക് കാണാം ഇപ്പോൾ ആ ഗോഡൌണിന്റെ പുറത്തേക്ക് കസേരകളും മറ്റ് പെട്ടികളും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്. വലിയ തീപിടുത്തമാണ്. 3 ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടേക്കുള്ള റോഡ് അത് വളരെ ചെറിയൊരു ഇടുങ്ങിയ റോഡാണ്. അതുകൊണ്ട് വലിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്കൊന്നും എത്താൻ വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്തൊരു സ്ഥലം കൂടിയാണ്. എന്നാലും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തീപിടുത്തത്തിന്റെ ഒരു വ്യാപ്തി കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ വളരെ സജീവമായി തന്നെ അവിടേക്ക് നടക്കുന്നുണ്ട്. തൊട്ടടുത്ത ജനവാസ മേഖലയാണ്. ഫ്ലാറ്റ്, ചെറിയ ചെറിയ അപ്പാർട്ട്മെന്റുകളുണ്ട്, വീടുകളുണ്ട്. ഒരു അരമതിലിനപ്പുറം ഒരു വലിയ വീടുണ്ട്. അവിടെ നിന്നുള്ളൊക്കെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. സമീപത്തുള്ള വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ ഒരു പക്ഷേ ആ ആക്രി ഗോഡൌണിലെ വസ്തുവകകളായിരിക്കും. ആ ഷീറ്റൊക്കെ കടന്ന് ഷീറ്റിനുള്ളിലൂടെയൊക്കെ വെള്ളം ഈ ഒഴിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ്. കൂട്ടിയിട്ടിരിക്കുന്ന ഫ്രിഡ്ജൊക്കെ നമുക്ക് കാണാം. കത്തിക്കരിഞ്ഞ നിലയിലാണ് ഇപ്പോൾ ആ ഫ്രിഡ്ജൊക്കെ ഉള്ളത്. വാഴക്കാലയിലാണ് ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ട ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. വലിയ തീപിടുത്തമാണ്. ആദ്യം കരുതിയതിന് ഇത്രയും വലിയ തീപിടുത്തമായിരിക്കുമെന്ന് കരുതിയില്ല. തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കറുത്ത പുക ഉയർന്നതാണ് ആദ്യത്തെ ദൃശ്യങ്ങളുണ്ടായിരുന്നത്. പിന്നീട് അത് ഒരു വലിയ തീപിടുത്തമാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. സമീപത്തെ വീടിന് സമീപത്തേക്ക് വരെ തീ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെ അവിടെയുണ്ട്. വലിയ തോതിൽ പുക ഉയരുന്നുണ്ട്. ആ പഴയ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഫ്രിഡ്ജൊക്കെ കത്തി നശിക്കുകയാണ്. പഴയ ഫ്രിഡ്ജ്, പഴയ വാഷിംഗ് മെഷീൻ, കുറെ കസേരകളൊക്കെ കൂട്ടിയിട്ടിട്ട് നമുക്ക് കാണാം. ആക്രി ഗോഡൌൺ ആണ് ഇത്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും പഴകിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. തീപിടുത്തം ആ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. തീ അണയ്ക്കാനുള്ള അത് അത്ര എളുപ്പമായിരിക്കില്ല. എന്തായാലും ഇപ്പോൾ ഓരോ നിമിഷവും ആ ഗോഡൌണിന് വളരെ അടുത്തേക്ക് നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ അണയ്ക്കാൻ വെള്ളം ചീറ്റിക്കൊണ്ട് തീ അണയ്ക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ്. ആളുകളും അവിടേക്ക് എത്തുന്നുണ്ട്. വിവരമറിഞ്ഞ പ്രദേശവാസികളായിരിക്കണം അവിടേക്ക് എത്തുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റ് ഇപ്പോൾ ഈ സ്ഥലത്തുണ്ട്.